എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഹമ്മദ് കബീർ, കോട്ടയം അൽ ജസീറ ഹോട്ടലേഴ്സിൽ നിന്നും. VFSുമായും സൗദി ഫാമിലി വിസിറ്റിംഗ് വിസയുമായും ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫാമിലി വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നതുകൊണ്ട് അതിന് കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് പറയാമെന്ന് കരുതിയാണ്. ഇപ്പോൾ ഫാമിലി വിസിറ്റിംഗ് വിസ സൗദി ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ചിലരുടെ സംശയം ഇഷ്യൂ ചെയ്യുന്നുണ്ടോ, എത്ര നാളത്തേക്ക് എന്നൊക്കെയാണ്. ഫാമിലി വിസിറ്റിംഗ് വിസ 1 ഇയർ ഇപ്പോഴും ഇഷ്യൂ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്. എന്നാൽ VFSൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ സൗദി ഫാമിലി വിസിറ്റിംഗ് വിസയുമായി ബന്ധപ്പെട്ട എംബസിയിൽ ഈ വിസ ചെല്ലുമ്പോൾ അവർ ഹജ്ജുമായി ബന്ധപ്പെട്ട് ചില നീക്കുപോക്കുകൾ ഉള്ളതിനാൽ 2 മാസത്തിൽ, അതായത് ഹജ്ജിന് മുമ്പ് വരെ മാത്രമേ ഉള്ളൂ വിസയ്ക്ക് കാലാവധി അവർ നൽകുന്നുള്ളൂ. എന്നാൽ ഇതിനു മുമ്പ് സൗദി അറേബ്യയിലേക്ക് കഴിഞ്ഞ ദിവസം വരെ നേരത്തെ തന്നെ ഫാമിലി വിസിറ്റിംഗ് വിസ എടുത്തവർക്കും മുമ്പ് നേരത്തെ പോയവർക്കും അവിടെ തങ്ങുന്നതുകൊണ്ട് യാതൊരു വിധ തടസ്സവുമില്ല. എന്നാൽ പുതിയതായി പോകുന്ന എല്ലാവർക്കും ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല, വിസിറ്റിംഗ് വിസയിൽ പോകുന്ന ആർക്കും തന്നെ ഹജ്ജിന് മുമ്പ് അവരെല്ലാവരും തിരിച്ച് അവിടെ നിന്നും പാക്ക് ചെയ്യേണ്ടതാണ് എന്ന് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അത്തരക്കാർ അവിടെ നിന്ന് ഹജ്ജിന് പോകാൻ ശ്രമിച്ചാൽ വളരെയധികം ശിക്ഷാർഹമാണ് എന്നുള്ള കാര്യവും ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, വിസ ഉണ്ട്, എന്നാൽ അവിടെ നിൽക്കാനുള്ള പെർമിഷൻ VFSലൂടെ കൊടുക്കുന്നില്ല. VFSലെ കാര്യങ്ങൾ നേരത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. എന്നാൽ VFSൽ ഇപ്പോൾ ലോഞ്ചിങ് പരിപാടി, അതായത് ഒരു 3500 രൂപ അധികമായി നമ്മൾ നൽകുന്ന, നമ്മളെ കൊണ്ട് നൽകിക്കൊണ്ട് അവർ ലോഞ്ചിങ്ങിലേക്ക് മാറ്റി പെട്ടെന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടും. അവിടെ കൂടുതൽ കാലതാമസമൊന്നുമില്ല, ഉണ്ടാകത്തില്ല. നമുക്ക് അവിടെ തന്നെ താമസമൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും എന്നും പറഞ്ഞ് ഒരു 3500 രൂപ അധിക ചാർജ് ഈടാക്കിക്കൊണ്ടും VFSൽ ഒരു ചെറിയ തിരിമറി ഇപ്പോൾ നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ലോഞ്ചാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല. സാധാരണ നോർമലിലാണ് VFSലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ലോഞ്ചിലേക്ക് മാറേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം പഴയതുപോലെ തന്നെയാണ്. പുതിയതായിട്ട് ഒരു നടപടിക്രമങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ കാലതാമസവും ഉണ്ടാകത്തില്ല. ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ പക്കൽ അത് ലഭിക്കുന്നുമുണ്ട്. അപ്പം ലോഞ്ചിൽ എടുത്താലും ശരി, ലോഞ്ചിൽ എടുത്തില്ലെങ്കിലും ശരി, സമയത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അത്തരം തട്ടിപ്പുകളിൽ ചെന്ന് നിങ്ങൾ പെടാതിരിക്കുക. കാരണം അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ലോഞ്ചിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് തടസ്സങ്ങൾ, ചിലർക്ക് ഫാമിലി വിസിറ്റിംഗ് വിസയ്ക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് പള്ളിയിലെ നിർബന്ധമാണോ എന്ന് ചോദിച്ചവർക്ക് പള്ളിയിലെ മാരേജ് സർട്ടിഫിക്കറ്റ് യാതൊരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് അതിന് നിങ്ങൾ മുതിരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഗവൺമെൻറ് നൽകുന്ന മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ലഭിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രയോജനപ്പെടും. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നേരെ വഖഫ് ബോർഡിൽ നിന്ന് നമുക്ക് പേപ്പർ വാങ്ങേണ്ടി വരും. ഈ വഖഫ് ബോർഡിൽ നിന്ന് പേപ്പർ വാങ്ങുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ആദ്യം നമ്മുടെ പള്ളിയിൽ നിന്നും നമ്മൾ വിവാഹിതരായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പള്ളിയിൽ നിന്ന് വാങ്ങുകയും അതുമായി നോട്ടറിയെ കൊണ്ട്, ഏതെങ്കിലും ഗവൺമെൻറ് നോട്ടറിയെ, വക്കീലിനെ കൊണ്ട്, അതായത് ഗവൺമെൻറ് വക്കീലിനെയാണ് നമ്മൾ നോട്ടറി എന്ന് ഉദ്ദേശിക്കുന്നത്, ആ നോട്ടറിയെ കൊണ്ട് ഇത് സാക്ഷ്യപ്പെടുത്തണം. അവിടെ 600 രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട്. അവിടെ നിന്ന് 600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേപ്പറെല്ലാം, അതായത് മുദ്ര പേപ്പർ വാങ്ങിച്ച് അതിൽ അവർ ടൈപ്പ് ചെയ്ത് നോട്ടറി വക്കീൽ സീൽ ചെയ്ത് തരും. അപ്പോൾ അതുമായി വേണം നമ്മൾ വഖഫ് ബോർഡിൽ ചെല്ലാൻ. വഖഫ് ബോർഡിൽ ചെന്ന് കഴിയുമ്പോൾ അത് വാങ്ങി വെച്ചുകൊണ്ടും അതിൻ്റെ സുതാര്യത മനസ്സിലാക്കിക്കൊണ്ടും, അതായത് നമ്മൾ പള്ളിയിൽ നിന്ന് ലഭിച്ചതും നോട്ടറിയിൽ നിന്ന് ലഭിച്ചതും
അവർ നോക്കിയതിന് ശേഷം വഖഫ് ബോർഡിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നൽകും. ആ സർട്ടിഫിക്കറ്റ് ആണ് പാസ്പോർട്ട് ഓഫീസിൽ സ്വീകരിക്കുന്നത്. നമുക്ക് VFSലും വഖഫ് ബോർഡിൽ നിന്ന് ലഭിച്ച ആ മാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത VFSലെ വിശേഷവുമായി വരുന്നതുവരെ ഗുഡ് ബൈ.